യുദ്ധത്തിന്റെ അലയൊലികളാണ് ലോകമെങ്ങും. സമാധാനത്തിനായുള്ള മുറവിളികൾക്കൊപ്പം 98-ാം ഓസ്കാർ പുരസ്കാര വേദിയും ഇന്നുണർന്നു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഓസ്കാർ പുരസ്കാര വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. 6 പുരസ്കാരങ്ങളുമായി വൺ ബാറ്റിൽ ആഫ്റ്റർ എനദർ പുരസ്കാര നേട്ടത്തിൽ മുന്നിലായി മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ, നടി ജെസി ബക്ക്ലി. മികച്ച സഹനടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ഷോൺ പെൻ ഓസ്കറിൽ നിന്നും വിട്ടുനിന്നു. ഓസ്കറിൽ ചരിത്രം കുറിച്ച സിന്നേഴ്സ്. ഛായാഗ്രാഹകയായ ഓട്ടം ഡ്യൂറൽഡ് അർക്കാപ്പോ തിളങ്ങി. ഛായാഗ്രഹണത്തിന് ഓസ്കർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയായി ഓട്ടം ഡ്യൂറൽഡ് അർക്കാപ്പോ. അക്കാദമിയുടെ ചരിത്രത്തിലെ വിഭാഗത്തിൽ ജയിക്കുന്ന ആദ്യ വനിതയാണ് ഓട്ടം. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരത്തിലൂടെ സിന്നേഴ്സ് വരവറിയിച്ചെങ്കിലും 4 പുരസ്കാരങ്ങളാണ് ചിത്രത്തിന് നേടാനായത്. മികച്ച നടൻ, ക്യാമറ, മ്യൂസിക് സ്കോർ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളാണ് ചിത്രം സ്വന്തമാക്കിയത്. മികച്ച സഹനടനുള്ള പുരസ്കാരം വൺ ബാറ്റിൽ ആഫ്റ്റർ എനദറിലൂടെ ഷോൺ പെൻ നേടി. എന്നാൽ പുരസ്കാരം സ്വീകരിക്കാൻ താരമെത്തിയില്ല. ഇത്തവണത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ നിന്നും ഷോൺ പെൻ വിട്ടുനിന്നിരുന്നു. കോസ്റ്റ്യൂമിലും മേക്കപ്പിലും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഫ്രാങ്കൻസ്റ്റൈൻ സ്വന്തമാക്കി. നോർവേ സിനിമയായ സെന്റിമെന്റൽ വാല്യൂ ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം കെ പോപ്പ് ഡീമൺ ഹണ്ടേഴ്സിന്. പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ വൺ ബാറ്റിൽ ആഫ്റ്റർ എനദർ ഒരു പിതാവിന് നേരിടേണ്ടി വരുന്ന യുദ്ധങ്ങളുടെ കഥയാണ്. വിപ്ലവമാണ് വഴി എന്ന മുദ്രാവാക്യവുമായി സംഘർഷങ്ങളിൽ നിന്ന് സംഘർഷങ്ങളിലേക്കായിരുന്നു പാറ്റിന്റെയും കാമുകി പെർഫിഡിയയുടെയും സുഹൃത്തുക്കളുടെയും യാത്രകൾ. ഫ്രഞ്ച് 75 എന്ന വിപ്ലവ സംഘടനയുടെ അംഗങ്ങളായിരുന്ന അവർ കുഞ്ഞ് ജനിച്ചതിന് പിന്നാലെ വിപ്ലവത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ പെർഫിഡിയയ്ക്ക് അത് സ്വീകാര്യമായില്ല. അവൾ വീട് വിട്ട് ചെന്ന് പെട്ടതാകട്ടെ സ്റ്റീഫൻ ജെ ലോക്ക് ജോ എന്ന പട്ടാളക്കാരന്റെ മുന്നിലും. ജയിൽ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പെർഫിഡിയയ്ക്ക് തന്റെ സംഘാംഗങ്ങളെ ഒറ്റിക്കൊടുക്കേണ്ടി വന്നു. പാറ്റിനും രക്ഷപ്പെടാൻ വഴിയില്ലാതായി. പക്ഷേ ഒളിവിൽ ആരുമറിയാതെ വർഷങ്ങളോളം പേരുമാറ്റി താമസിച്ചിട്ടും പാറ്റിനെയും മകൾ ഷാർലിനെയും തേടി ലോക്ക് ജോ വന്നു. പിന്നെ രക്ഷപ്പെടാനുള്ള ഓട്ടമായിരുന്നു. $21 കോടി മുടക്കിയ ലിയാനാർഡോ ഡിക്യാപ്രിയോ ചിത്രം ബോക്സ് ഓഫീസിൽ തളർന്നെങ്കിലും ഗോൾഡൻ ഗ്ലോബ്, ബാഫ്റ്റ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓസ്കാറിലും പുരസ്കാര തിളക്കവുമായി തിളങ്ങി നിൽക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.